എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവരുടെ മുഖം മനസ്സിലോർത്ത് ഇതൊന്ന് കാണുക, അവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ നീലപുഷ്പവും ചെടിയോ ഉള്ള ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവരുടെ മുഖം മനസ്സിലോർക്കുക, ഇതൊന്ന് കാണുക, അവർ നിങ്ങളെ സ്നേഹിച്ചു കൊടുക്കും. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളെ അവരൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിലെന്ന്. അവരുടെ സ്നേഹം കിട്ടാൻ നിങ്ങൾ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു, ഇപ്പോഴും ആഗ്രഹിക്കുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ അവർ പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളെ സ്നേഹിച്ചില്ല. ആ സ്നേഹം കിട്ടാൻ നിങ്ങൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിൽ അതൊന്നും വിജയിച്ചില്ല പൂർണ്ണമായി. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ അവരുണ്ട്. അവരെ കളഞ്ഞുകൊണ്ട്, അവരെ മാറ്റിക്കൊണ്ട് ഒരു സ്വപ്നമോ ഒരു ഇഷ്ടമോ നിങ്ങൾക്കില്ല. നിങ്ങൾക്കെപ്പോഴും അവരുമായി ചേർന്ന് ജീവിക്കാനാണ് ഇഷ്ടം. അവരുടെ സ്നേഹം എപ്പോഴും കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവരുടെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത വിഷമമാവും. കാരണം നിങ്ങളവരെ വല്ലാതെ സ്നേഹിക്കുന്നു. അവരുടെ സ്നേഹം എന്നെന്നും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ആ സ്നേഹം ലഭിക്കാതിരുന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ടാവും. നിങ്ങൾ പലപ്പോഴും അവരുടെ സ്നേഹം ലഭിക്കുവാൻ വേണ്ടി മാത്രമാണ് ജീവിച്ചിട്ടുള്ളത്. ആ സ്നേഹം ലഭിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്കൊന്നും വേണ്ട. നിങ്ങൾ ആ സ്നേഹം മാത്രം ഇഷ്ടപ്പെടുന്നു. ആ സ്നേഹം മാത്രം നിങ്ങൾ എപ്പോഴും ലഭിക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിഷേധിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ദുഃഖം ഉണ്ടാകുന്നു. കാരണം നിങ്ങൾ അതിനു വേണ്ടി മാത്രമാണ് നിലകൊള്ളുന്നത്. ആ സ്നേഹം എന്നെന്നും ലഭിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചത് ആ വ്യക്തിക്ക് വേണ്ടിയാണ്, ആ വ്യക്തിയുടെ സ്നേഹത്തിന് വേണ്ടിയാണ്. ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം ലഭിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പിന്നെ നിങ്ങളുടെ മനസ്സ് തന്നെ വല്ലാത്തൊരവസ്ഥയിലാവും. ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് ആ വ്യക്തി ഇല്ലാതെ കഴിയില്ല. ആ വ്യക്തിക്ക് പരമായിട്ട് ആരൊക്കെ ജീവിതത്തിലേക്ക് വന്നാലും അതൊന്നും നിങ്ങൾക്ക് പരിഗണിക്കാൻ പോലും കഴിയില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി മാത്രമേ ഉള്ളൂ. ആ വ്യക്തിയുടെ നിങ്ങളോടുള്ള സ്നേഹം, അതിൻ്റെ അളവനുസരിച്ചിരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം. പലപ്പോഴും നിങ്ങളെ ആത്മവിശ്വാസം തകർത്തതും ആ വ്യക്തിയുടെ സ്നേഹം ഇല്ലായ്മ തന്നെയാണ്. ആ വ്യക്തിയുടെ സ്നേഹം വേണ്ടുവോളം ലഭിക്കുക, ആ വ്യക്തിക്ക് ഒപ്പം ജീവിക്കുക, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന, മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന, ഇങ്ങോട്ട് വന്ന് സ്നേഹിക്കുന്ന, നിങ്ങളോട് വിശേഷങ്ങൾ ചോദിക്കുന്ന, നിങ്ങളുടെ കാര്യങ്ങൾ ആരായിരുന്ന ആ ദിവസമാണ് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും വലിയ സ്വപ്നം. ഞാൻ എൻ്റെ വ്യക്തി എത്രമാത്രം സ്നേഹിക്കുന്നു, എന്തുകൊണ്ട് എന്നെ തിരിച്ച് ആ വ്യക്തി സ്നേഹിക്കുന്നില്ല, അത് തന്നെയാണ് നിങ്ങളുടെ ദുഃഖവും. പക്ഷേ ആ ട്രെൻഡിലേക്ക് ആ വ്യക്തി വരികയാണ്. ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു ദിശയിലേക്ക് എത്തുകയാണ്. ഇനി ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഈ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടാകുകയും ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ആഗ്രഹം പോലെ, നിങ്ങൾ എങ്ങനെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്, അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. എന്തോ ഒരു അത്ഭുതം ആ വ്യക്തിയുടെ മനസ്സിൽ സംഭവിക്കുകയും ആ വ്യക്തി നിങ്ങളെ മനസ്സ് അടുത്ത് സ്നേഹിക്കുകയും ചെയ്യും. നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാനും നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഒക്കെ മടിച്ചു നിന്ന ആ വ്യക്തി ഇനി നിങ്ങളിലേക്ക് കൂടുതൽ എത്തപ്പെടുകയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ മനസ്സ് ആത്മാർത്ഥമായി ആ വ്യക്തിയുടെ സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു, അതിലേക്ക് ആ വ്യക്തി എത്തുകയാണ്. നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആ വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് കണ്ട് നിങ്ങൾക്ക് ആശ്വസിക്കാൻ കഴിയും. അതായിട്ട് ഈ പുഷ്പം പൈലായി തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. ആ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നതുമാണ്. ഒരു ഘട്ടത്തിൽ കൃത്യമായി നിങ്ങളോട് ഉള്ള സ്നേഹം ആ വ്യക്തി കാണിച്ചതുമാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ടായിരുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട്, എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. പക്ഷേ ചില സമയത്ത് ചില ആളുകളുടെ ചില കുബുദ്ധികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ, നിങ്ങൾ നല്ല ഉദ്ദേശത്തോട് കൂടി പ്രവർത്തിച്ച ഏതോ ഒരു പ്രവൃത്തി ആ വ്യക്തി തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കുകയും നിങ്ങളതിൻ്റെ പേരിൽ വെറുക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി.
നിങ്ങളോട് അന്യായമായിട്ട് ദേഷ്യപ്പെടുകയോ നിങ്ങളോട് വഴക്കടിക്കുകയോ ഒക്കെ ചെയ്തു. നിങ്ങൾ ആ വ്യക്തിയുടെ നന്മയെ കരുതിയൊരു പ്രവൃത്തി ചെയ്തു. പക്ഷേ ആ വ്യക്തി തെറ്റിദ്ധരിച്ചു. നിങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ടായി. കാരണം നിങ്ങൾ നന്മയെ കരുതി ചെയ്ത ഒരു കാര്യം, ഒരു വസ്തുത, അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് മനസ്സിൻ്റെ ഉള്ളിലുള്ള വിഷമം പറഞ്ഞറിയിക്കുന്നതിലേക്ക് കഴിയുന്നതിലപ്പുറമായി. എന്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ചു? ആരാണ് ഇതിൻ്റെ പിന്നിൽ? ചില ആളുകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം തകർക്കാനായിട്ട് ശക്തമായിട്ട് ശ്രമിച്ചിരുന്നു. അവരുടെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കരുത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകൽച്ച ഉണ്ടായി, ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാവണം, പ്രശ്നങ്ങളുണ്ടാവണം എന്ന് അവർ ആഗ്രഹിച്ചു. അതവർ ആഗ്രഹിക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവർക്ക് ചില ദുരുദ്ദേശങ്ങളുണ്ടായിരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം അവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്നതിലപ്പുറത്തായിരുന്നു. കാരണം അവർ ആ വ്യക്തിയെ സ്നേഹിക്കുകയോ അവരുടെ ഏറ്റവും അടുത്ത ആളുകൾക്ക് വേണ്ടി ആ വ്യക്തിയെ സജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അവർക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുക, അതിനെ ഇല്ലാതാക്കുക, അത് തകർത്ത് അതിൽ സന്തോഷിക്കുക. ഒരിക്കലും ആ ബന്ധം അടുക്കുന്നതിൽ യോജിപ്പുണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും ആ ബന്ധത്തെ തകർത്ത് അത് അവർക്ക് അനുകൂലമാക്കുക. ഒരുപക്ഷെ ആ വ്യക്തിയെയോ അല്ലെങ്കിൽ നിങ്ങളെയോ അവർക്ക് അനുകൂലമാക്കിയിട്ട് മാറ്റുക. സ്വതന്ത്രമായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും അവരതിനെ അറിഞ്ഞും അറിയാതെയും തലങ്ങും വിലങ്ങും ഒക്കെ പ്രതിസന്ധികളുണ്ടാക്കി, വെല്ലുവിളികളുണ്ടാക്കി അതിനെ തടയാൻ ശ്രമിച്ചു. അവരുടെ ആ ശ്രമഫലം ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അവർക്ക്. ആ തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് പരസ്പരമുള്ള ആത്മവിശ്വാസം കുറയുകയും ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആ ബന്ധത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായി. യഥാർത്ഥത്തിൽ തുറന്നു പറഞ്ഞാൽ അത് തീരുന്നതായിരുന്നു. പക്ഷേ ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇനി മുതൽ ആ കൺഫ്യൂഷൻ ആ വ്യക്തിയുടെ ഭാഗത്ത് മാറിയത്. കാരണം നിങ്ങളുടെ ഭാഗത്ത് നല്ല കൺഫ്യൂഷൻ ഉണ്ടായത്, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടായത്, അല്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ടായത് അവരുടെ ഭാഗത്താണ്. ആ വ്യക്തി തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത് ആ വ്യക്തിക്ക് ആരാണോ ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ചില നടപടികൾ നേരിട്ട് മനസ്സിലാക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അപ്പോഴാണ് അവരുടെ യഥാർത്ഥ മുഖം നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കുറ്റബോധമുണ്ട്. തിരിച്ച് നിങ്ങളെ ഈ നിമിഷം മുതൽ സ്നേഹിക്കുകയാണ്. അവർ കണ്ടെത്തുകയാണ് യഥാർത്ഥ സത്യം. എന്നെ സ്നേഹിച്ചിരുന്ന ആ വ്യക്തി നല്ല ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ എന്നെ തെറ്റിദ്ധരിപ്പിച്ചവർ, അവരുടെ യഥാർത്ഥ മുഖം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. ആ ശോഭനമായ ഇഷ്ടം, പ്രണയം, ആ ആത്മാർത്ഥത നിലനിൽക്കുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.